നമസ്കാരം, ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ രൂപയുമായി ബന്ധപ്പെട്ട രസകരമായ രണ്ട് കാര്യങ്ങൾ പറയാം. ആദ്യത്തേത് നോട്ടിൽ കുത്തിക്കുറിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. മറ്റൊന്ന് നിങ്ങളിൽ പലരും കണ്ടിട്ട് പോലുമില്ലാത്ത ഒറ്റ രൂപ നോട്ടിന്റെ കഥയാണ്. പലതും കുത്തിക്കുറിച്ചിട്ട നോട്ടുകൾ പലപ്പോഴും നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ടാകും. പേരുകളോ നമ്പറുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയ 10 രൂപയുടെയും 20 രൂപയുടെയും 500 രൂപയുടെയും 2000 രൂപയുടെയും ഒക്കെ നോട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പലർക്കും ഇതൊരു രസമുള്ള കളിയാണ്. ഇങ്ങനെ പേരെഴുതിയ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അടയാളമിട്ട നോട്ടുകൾ ചെലവാക്കിയാൽ പിന്നെ എപ്പോഴെങ്കിലും ഈ നോട്ടുകൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കയ്യിൽ തന്നെ കിട്ടുമോ എന്ന് പരീക്ഷിക്കാനുള്ള ഒരു സൂത്രം കൂടിയാണ് ചിലർക്കത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്ന നോട്ടുകളിൽ 500ന്റെയും 2000ന്റെയും ഒക്കെ നോട്ടുകളിൽ എന്തെങ്കിലും കോറിയിട്ടിട്ടുണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് കുറച്ചൊരു പേടി കൂടിയുണ്ട്. കാരണം അങ്ങനെ എഴുതിയിട്ടുള്ള നോട്ടുകൾ എടുത്തില്ലെങ്കിലോ അത് അസാധുവാകുമോ എന്നുള്ള പേടി നമുക്കുണ്ട്. റിസർവ് ബാങ്കിന്റെ പുതിയ നിയമപ്രകാരം പേന കൊണ്ട് എഴുതുകയോ വരയ്ക്കുകയോ ചെയ്ത നോട്ടുകൾ അസാധുവായി പരിഗണിക്കുമെന്ന് കുറച്ചു ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നുണ്ട്. RBIയുടെ ക്ലീൻ നോട്ട് പോളിസി പ്രകാരം പേന കൊണ്ട് എഴുതിയ നോട്ടുകൾ അസാധുവാകുമെന്നാണ് സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. US ഡോളറും ഇത്തരത്തിൽ വിനിമയത്തിന് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നും സന്ദേശത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. എന്നാൽ അതെല്ലാം തെറ്റാണെന്നാണ് PIB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചിട്ടുള്ളത്. ക്ലീൻ നോട്ട് പോളിസി പ്രകാരം കറൻസികളിൽ എഴുതാൻ പാടുള്ളതല്ല. അവയുടെ കാലാവധി കുറയ്ക്കുന്നതിന് കാരണമാകും. നോട്ടുകളിൽ ഇങ്ങനെ എഴുതുന്നത് ഇപ്പോൾ കുറെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും നമുക്ക് കാണാറുണ്ട് എഴുത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്പറുകളൊക്കെ എഴുതിയതാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. കറൻസികൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതേസമയം കറൻസി നോട്ടുകളുമായി ബന്ധപ്പെട്ട് വ്യക്തമായ നയം RBIക്കുണ്ട്. ക്ലീൻ നോട്ട് പോളിസി നയമാണ് RBI പിന്തുടരുന്നത്. കറൻസി നോട്ടുകൾ വികൃതമാക്കുകയോ കീറുകയോ ചെയ്യരുതെന്ന് ഈ നയത്തിലൂടെ വ്യക്തമാക്കുന്നു. ആളുകൾ കറൻസി നോട്ടുകളിൽ എഴുതുന്നത് വേഗത്തിൽ അവ നശിക്കുന്നതിന് കാരണമാകും എന്നതുകൊണ്ട് എഴുതരുത് എന്ന നയമാണ് RBI മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതിനാൽ ഇനി 2000, 500, 100, 50 എന്നുള്ള നോട്ടുകളിൽ ഒന്നും തന്നെ എന്തെങ്കിലും എഴുതിയിരിക്കുന്നതായി നിങ്ങൾ കണ്ടാൽ അവ അസാധുവായ നോട്ടാണ് എന്ന് കരുതി പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ എഴുതാത്തതാണ് നല്ലത്. ഇനി അത്തരത്തിൽ പേന കൊണ്ട് വരയ്ക്കുകയോ എഴുതുകയോ ചെയ്ത കറൻസി നോട്ടുകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവ ഏതെങ്കിലും ബാങ്ക് ശാഖയിൽ നൽകി മാറ്റി വാങ്ങാവുന്നതാണ്. പൊതുജനങ്ങളോട് നോട്ടുകളിൽ എഴുതരുത് എന്നാണ് RBI അഭ്യർത്ഥിക്കുന്നത്. മലിനമായതും വികലമായതുമായ കറൻസികൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ബാങ്കുകളോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ എഴുതിയ നോട്ടുകൾ അസാധു ഒന്നും ആകില്ല. അത് വിചാരിച്ച് പേടിക്കേണ്ട കാര്യമില്ല. ഇതേസമയം പൊതുജനങ്ങൾക്ക് നല്ല നിലവാരമുള്ള വൃത്തിയുള്ള നോട്ടുകൾ മാത്രം നൽകാനും കൗണ്ടറുകളിൽ ലഭിക്കുന്ന ചീത്തയായ നോട്ടുകൾ റീസൈക്കിൾ ചെയ്യുന്നതിനായി വിട്ടു നൽകണമെന്നും റിസർവ് ബാങ്ക് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി പഴമയുടെ പെരുമയായ 1 രൂപ നോട്ടിനെ കുറിച്ച് ഒരു കഥ പറയാം. കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ആയിരിക്കെ മലയാളിയായ KRK മേനോന്റെ കയ്യൊപ്പോടുകൂടി പുറത്തിറങ്ങിയ ഇന്ത്യയുടെ ആദ്യ 1 രൂപ നോട്ട്. 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും എന്നൊരു പഴയ സിനിമ പാട്ടുണ്ട്. ഒറ്റ രൂപ നോട്ട് കൊടുത്താൽ പണ്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങാമായിരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. പഴയ തലമുറക്കാർക്കറിയാം 1 രൂപയുടെ വില. പുത്തൻ തലമുറയിലെ പലരും 1 രൂപ നോട്ട് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. 1 രൂപ നോട്ടിന് ഇക്കാലത്ത് ഒരു പ്രചാരണവുമില്ല. എന്നാൽ പഴമയുടെ പെരുമയായ ആ ഒറ്റ രൂപ നോട്ടിന് കഥകൾ ഒരുപാട് പറയാനുണ്ട്. ആ കഥയിൽ മലയാളിക്ക് അഭിമാനിക്കാനും വകയുണ്ട്. 1 രൂപ നോട്ട് അച്ചടിച്ച് പുറത്തിറക്കുന്നത് റിസർവ് ബാങ്ക് അല്ല, കേന്ദ്ര സർക്കാരാണ്. 1949 ഓഗസ്റ്റ് 12-നാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ 1 രൂപ നോട്ട് പുറത്തിറങ്ങിയത്. 1949 ഓഗസ്റ്റ് 12-നാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ 1 രൂപ നോട്ട് പുറത്തിറങ്ങുന്നത്. മലയാളിയും കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയുമായിരുന്ന KRK മേനോനാണ് 1 രൂപ നോട്ടിൽ ആദ്യമായി ഒപ്പുവെച്ച ധനകാര്യ സെക്രട്ടറി. പഴയ നോട്ടുകൾ ഹോബിയുടെ ഭാഗമായി ശേഖരിക്കുന്നവരുടെ കയ്യിലെ ഇപ്പോൾ ഈ നോട്ട് കാണാനാകൂ. KRK മേനോന് ശേഷം 2016 വരെയുള്ള കാലഘട്ടങ്ങളിലായി 21 ധനകാര്യ സെക്രട്ടറിമാർ 1 രൂപ നോട്ടിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ 21 വ്യത്യസ്ത 1 രൂപ നോട്ടുകളും ശേഖരിച്ച് ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഒരു മലയാളി കയറിയിട്ടുണ്ട്. ചേർത്തല മാടക്കൽ സ്വദേശിയായ അരവിന്ദ് കുമാർ പയ്യാണ് ഇതുപോലെ ഈ 1 രൂപ നോട്ട് ശേഖരിച്ചു വെച്ച് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയിട്ടുള്ള മലയാളി. ധനകാര്യ സെക്രട്ടറി, ധനമന്ത്രി, പ്രധാനമന്ത്രി എന്നീ 3 പദവികളും വഹിച്ച ഒരേ ഒരാളുടെ കയ്യൊപ്പും 1 രൂപ നോട്ടിൽ പതിഞ്ഞിട്ടുണ്ട്. അത് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റേതാണ് ആ ഒപ്പ്. 1994-ൽ കേന്ദ്ര സർക്കാർ 1 രൂപ നോട്ടിന്റെ അച്ചടി നിർത്തിയിരുന്നു.
21 വർഷങ്ങൾക്ക് ശേഷം 2015 ധനകാര്യ സെക്രട്ടറിയായിരുന്ന രാജീവ് മഹർഷിയുടെ ഒപ്പുമായി ഒരു ഒറ്റ രൂപ നോട്ട് വീണ്ടും സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആരുടെയെങ്കിലും ഇത്തരം 1 രൂപ നോട്ട് ശേഖരത്തിലുണ്ടെങ്കിൽ ദയവായി ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ.